ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിതാ ഇന്ന് ഒരു കിടിലൻ ചാലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താ ചാലഞ്ച് നിങ്ങൾക്ക് അറിയാം? ഇവിടെ ഇങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ കൊറേ സാധനങ്ങളോട് സെറ്റ് ആക്കിയിട്ടുണ്ട്. പ്രോപ്പർട്ടീസ് ഇവിടെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരും. ഇത് പ്രോപ്പർട്ടീസ് അപ്പൊ നമ്മളിതാ ഇന്നിവിടെ കുറച്ച് സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ കുറച്ച് ഫോട്ടോ കാണിച്ചു തരും. ഇത് ആരുടെ ഫോട്ടോയാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞത്? ഇതല്ല, ആരുടെ ഫോട്ടോയാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞത്? കുറച്ച് ട്രാൻസ് വുമൻസ് എന്ന് പറയല്ലേ, ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഫോട്ടോ ആയിരിക്കും. അത് ആരാന്ന് ഇവര് ഐഡന്റിഫൈ ചെയ്യുക. തെറ്റാ പറയുന്നെങ്കിൽ ഒരു ബലൂൺ എടുക്കുക, ഇങ്ങനെ എടുക്കുക, തലയിൽ അടിച്ച് പൊട്ടിക്കുക. പറയുന്നതോലെ അഥവാ ഉത്തരം പൊട്ടിക്കുന്ന. അപ്പൊ ഗൈസ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് സംഭവം പിടിപ്പിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോയി തരാം. അപ്പൊ ഗൈസ്, നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോവാം. ഇതാണ് ഫസ്റ്റ് ഫോട്ടോ. ഇത് ആരാന്ന് ഐഡന്റിഫൈ ചെയ്യണം. കാണുക. ഫസ്റ്റ് ചോദ്യം അങ്ങനെ ഒന്നുമില്ല. ഈ ഫോട്ടോ ആണ്. നിങ്ങളെ ഫോട്ടോ ഞാൻ ഇവിടെ വരുവേ. അല്ല, ഓലെ ഫോട്ടോ അല്ലേ? നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ ഇവിടെ വരും. അപ്പൊ ഇതാരെ ഫോട്ടോ ആണ്? അല്ല, ആർക്ക് വേണമെങ്കിൽ കണ്ടുപിടിച്ച് പറയേ. ആരാ? കയ്യടിച്ച അമ്മക്ക് അറിഞ്ഞൂടാ. വൺ മാർക്ക് സനു ഇവിടെ പൊട്ടിച്ചിരിക്കുകയാണ്. നേരെ തലയിൽ, അമ്മേന്റെ തലയിൽ അടിച്ചു പൊട്ടിക്കണം ബലൂൺ എടുത്തിട്ട്. ഗൈസ്, അടുത്ത നെക്സ്റ്റ് അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ. നമുക്ക് അറിയാൻ അനങ്ങാത്ത. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ അമ്മേനോടാണ്. ഇത് അമ്മേനോടല്ല, സോറി, ഇത് ആരുടെ ഫോട്ടോയാണ്? നിങ്ങൾക്കുള്ള ഫോട്ടോ ഇത് അവിടെ വരുവേ. അറിയാം. അറിഞ്ഞൂടാ? അല്ലല്ല, ആലോചിച്ചോ, സമയമുണ്ട്. രഞ്ജിത 2 3 ചൂടെടുക്കുന്നു. എന്താ കോമഡി. ഉപ്പിലിട്ടൊക്കെ അറിഞ്ഞൂടാ, ആരെയും പരിചയമില്ല, അതുകൊണ്ടല്ലേ തീരെ അറിഞ്ഞൂടാ. സനുവിന് അറിഞ്ഞൂടാ. ഞാൻ കണ്ടു, പക്ഷെ പേരറിഞ്ഞൂടാ. ദയാ ഗായത്രി എന്ന് പറഞ്ഞൊരു ട്രാൻസ് മോഡലിന്റെ ഫോട്ടോ ആണ് ഗൈസ്. അപ്പൊ രണ്ടാൾ പൊട്ടിയില്ലേ? അപ്പൊ ഓരോ ബലൂൺ എടുത്ത് ഞാൻ തന്നെ പൊട്ടി. നെക്സ്റ്റ് ഒന്ന് അമ്മയും കൂടി ഇരുന്നു. ഇപ്പൊ എത്ര മാർക്കായി? അടുത്ത പൊട്ടിച്ചോ. ഇപ്പൊ എത്ര അമ്മക്ക് എത്ര ഉണ്ട്? തലേന്നല്ല, വടക്കന്മാരെടുക്കേണ്ടി ഇത് ഓരോന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഗൈസ്. അമ്മേടെ പച്ചവെള്ളം കുടിക്കുന്നതൊക്കെ കാണണം. അടുത്ത ക്വസ്റ്റ്യൻ ചൂടുവെള്ളം അറിയാ, പച്ചവെള്ളം അമ്മ എന്തെന്നാ അറിയാ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് വരാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾക്കുള്ള ഫോട്ടോ ഇവിടെ വരെ ഒന്ന് കാണിക്കട്ടെ. എന്താ? ആരാ? പറഞ്ഞോ. സൂര്യ. റൈറ്റ് ആൻസർ. ചെറിയൊരു പിടുത്തം കിട്ടിയിട്ടുണ്ട്. വിട്ടെടുത്ത് പോതാ, പൊട്ടിച്ചോന്നാ അടിച്ചാ തല പൊട്ടിക്കുന്ന. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കിക്കോളൂ. ഇതേതാണ് ഈ മണവാട്ടിക്കുട്ടി? ആരാണ്? അതിനെന്താ, അതിപ്പോ ഒന്നും പറയാനാവില്ലല്ലേ? എല്ലാം വിധിയുടെ
ഡു നത്തിങ്. എന്തോ വേദന പോലെ തലേന്ന്. തലേന്നൊക്കെ വേദന ഉണ്ടാവും. ഉണ്ടാവൂല, നല്ല സുഖം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് ഏത്? കണ്ടിക്കാ കാണുന്നില്ല കൈ വന്നിച്ചേ കണ്ടിട്ട് ആലോചിച്ചേ വിശ്വസിക്കാൻ പോണേ ഇതിനൊക്കെ. അത് ഞാൻ ഇത്രക്കാലം ബോക്സിൽ ബലൂൺ കിടക്കുന്നുണ്ട്. ബലൂണിൽ ബോക്സ് അതാണ് തോന്നുന്നു. ആ പൊട്ടിച്ചോ വേറെന്താ? റൈറ്റ് ആൻസർ. പൊട്ടിക്കി പൊട്ടിക്കി പോണ വല്ല വാക്കപ്പണിക്കും പോകുന്നുണ്ട്. എന്തോ വായിന്ന് തെറിച്ച് പല്ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഗൈസ്. ഇത് ഇതാരാ നമുക്കറിയാം. ഇതിലാരെയാ? ഈ പെണ്ണിനെ ചെറുക്കനെ പെണ്ണിനെ. ഓ അടി അടി കയ്യടി എല്ലാം പൊട്ടിക്കാൻ അമ്മ പൊട്ടെന്ന് മേടിച്ചിട്ട് അനങ്ങാണ്ടിരിക്കുന്നത്. എന്റെ അമ്മ നാളത്തെ കലത്തിന് തലമാക്കിണ്ടേ വാങ്ങുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ മൂന്ന്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 3-2 പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാരാണ്? പൊട്ടിച്ചോ എന്റെ മോനെ എനക്കെന്താ തലേന്ന് കയറി. ഇപ്പൊ മാർക്ക് പറഞ്ഞു 3-3 പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അമ്മ ഉള്ളിൽ കൊടുത്തന്നെ അതാരാ? ഇതാരാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഇവരെ. ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ നമുക്കറിയാം. ഇല്ലല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് സീമ. സീമ വിനീത് പൊടിക്ക് ഇതെന്താ ആക്രാന്താണ് തലയടിച്ച് പൊളിക്കേ. സത്യം പറയാൻ എനിക്കല്ല പേടി. ഇപ്പൊ സീമ ചേച്ചി ഇപ്പൊ എത്ര? 4-3 പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത അഞ്ചാമത്തെ എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചു? 8-9 ചോദിച്ചു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അടുത്തായിട്ട്. ഇതാണ്. ഇപ്പൊ എത്ര മാർക്ക് ഒന്നും അറിയാം? 4-3 4-3 ഞാൻ പറഞ്ഞേ. അതൊന്നും പറഞ്ഞില്ല. 3-4 പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചിലപ്പോ ടൈപ്പ് ആവുമായിരിക്കും, ചിലപ്പോ അടിച്ചു പൊട്ടിക്കുമായിരിക്കും. ബലൂൺ എടുത്ത് പോവല്ല, കാണിക്കട്ടെ ഫോട്ടോ. അപ്പൊ ഫോട്ടോ ഇതാണ് ഫോട്ടോ. അറിയാം, എല്ലാരെയും നന്നായിട്ട് അറിയാലോ. ഗോപികക്ക് അമ്മ വായടക്ക് കയ്യടക്കോ പറയണ വായടക്കുണ്ട്. പൊട്ടിച്ചോ? ഞാൻ പൊട്ടിക്കണ്ടേ? എന്റെ മോനെ കണ്ണെല്ലാം പൊട്ടിച്ച് ചെറുതീന്ന് തോന്നുന്നേ. അപ്പൊ ഗൈസ് നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ആയിക്കില്ല പറഞ്ഞു തീർത്തോട്ടെ. പണിഷ്മെന്റ് ഉണ്ട്. ഇത് ജയിച്ചാലെന്താ നമുക്ക് പണിഷ്മെന്റ് ഉണ്ടെന്നാണ്. പണിഷ്മെന്റ് ഉണ്ട്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഒന്ന് മാർക്ക് പറയാം. 4-3 ഇന്നത്തെ വിജയ്. അപ്പൊ പണ്ടാരെല്ലാം എടുത്ത് മാറ്റിയാക്കി നമുക്ക് പണിഷ്മെന്റിലേക്ക്. അപ്പൊ ഗൈസ് നമ്മളിതാ എല്ലാം ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പണിഷ്മെന്റിനുള്ള ഇതിവിടെ വെറുതെ മറിച്ചിട്ടുണ്ടായിരുന്നു. ഈ അറിയാ ഇരുമ്പം പുളി ഒറ്റ പീസ് കടിക്കണം. ചെറിയ പണിഷ്മെന്റ് ആണ്.
എന്നോട് പറഞ്ഞു എന്നോടല്ല, അമ്മേനോടാ. എന്നോടാ എന്നോട് ഇതൊന്ന് ഒരൊറ്റ പീസ് ഒരൊറ്റ കടി അടിക്കുക, കുറച്ച് നേരം ഒന്ന് വായിൽ വെക്കുക. ഫ്രഷ് ആണ് അതാ. ഫ്രഷ് സാധനം. ഫ്രഷ് സാധനം ഇപ്പൊ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പൊ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തേ ഉള്ളൂ. അമ്മേന്റെ കയ്യിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. തലക്കടി ഓടിക്കാൻ തീരെ വയ്യ, തീരെ വയ്യ. കളിക്കല്ല. ഹാക്ക് ആ ഓക്കെ പൊടിച്ചോ. എന്താക്കണത്? ഒറ്റ പീസ് എടുക്കുക, കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കുക വായില്. അത്ര ആരെങ്കിലും മിണ്ടാണ്ട് കട്ടെ. അയ്യാ വായിൽ തെറിക്കുന്നുണ്ടാ. കൊതിച്ച്. കൊതിയെ. ഇഷ്ടമില്ല. എങ്ങനെ പണിഷ്മെന്റ് പോരാ എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ? 3-4 ബലൂൺ തലകഴുത്ത് നേരത്തെ പൊളിച്ചാലോ തല ഒടിഞ്ഞു. പൊട്ടിയില്ല. അയ്യോ അയ്യോ. അപ്പൊ ഗൈസ് ഇന്നത്തെ കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ നോക്കിയിട്ടാണ്. അപ്പൊ ഗൈസ് ഇന്നത്തെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. എന്താ എന്താ പറയാനുണ്ടാ? അപ്പൊ ചെറിയൊരു വീഡിയോ ആണ്. ഫേമസ് ആയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും അറിയായില്ലേ? അമ്മക്ക് അതിനെ പിടുത്തമില്ല, ഇതിനെ പറ്റി വലിയ പിടുത്തമില്ല. ആരും വലിയ അല്ല, കുറച്ച് ആൾക്കാർ പറഞ്ഞു, കുറച്ച് ആൾക്കാർ പറഞ്ഞു, പക്ഷെ ബാക്കിയുള്ള സാധനം പറഞ്ഞേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയാണല്ലോ. പ്രൈസ് കൊടുക്കണ്ടേ? പ്രൈസ് വേണം. അപ്പൊ ഇന്നത്തെ പ്രൈസ് ഗോപിക്കാണ് നേടിയിട്ടുള്ളത്. ഇന്നത്തെ ചലഞ്ചിന് 500 രൂപയാണ് പ്രൈസ് തന്നിരിക്കുന്നത്. അമ്മ എങ്ങനെ കൊടുക്കുക? നമുക്ക് എന്തോ ഇൻട്രസ്റ്റ് ഇല്ലാതെ അങ്ങോട്ട് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, ഇങ്ങോട്ട് തരാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ അവ കൊടുത്തോ. തൊട്ടി പായം നോക്കുന്ന എന്റർടൈൻമെന്റ് ഇംഗ്ലീഷ് അറിഞ്ഞൂടെ? അപ്പൊ വേറെ ഒന്ന് വൈകിട്ട് നമുക്ക് വേറെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതല്ല പല രീതി പറഞ്ഞു പല രീതിയിൽ അല്ല. ഞാൻ പറയുന്നത് ഇനി വരുന്ന ചലഞ്ചിനെ പറ്റിയിട്ട് നിങ്ങളാരെ പുതിയ ചലഞ്ച് കൊണ്ടുവരും. അതിനെ പറ്റി അതെ, നല്ല അടിപൊളി ചാലഞ്ചുമായി അമ്മ വരുന്നതായിരിക്കും. അടുത്ത പരിപാടി അമ്മയായിരിക്കും അവതരിപ്പിക്കുമ്പോ അതല്ല കാര്യമായിട്ട് പറയുന്നുണ്ട്. ഗൈസ് എനിക്ക് പറയാം, ബലൂണ്ടൊന്നുമില്ല, ചെറുതായി പോയിക്ക്. ഇവിടുത്തെ കട്ട ചളി കേട്ടിട്ട് ബലൂണ്ടൊന്നും ചെറുതായി പോയി. അപ്പൊ അല്ല നമ്മൾ പ്രത്യേക രീതിയിൽ 3 ആൾ നിന്ന് ബായ് പറയുന്നതായിരിക്കും. ഓക്കെ ഓക്കെ. അമ്മ തുടങ്ങി. അതൊരു മനുഷ്യല്ല അല്ലേ? ഇതുവരെ മിണ്ടാത്ത അമ്മക്കൊരു പണിയാണേ. പറഞ്ഞോ. എന്തെന്നാ പറയുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ അങ്ങനെയുള്ളത് പല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അല്ലെ വേണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ. അത് വേറൊരു രീതി പറഞ്ഞോ. ഒരു മനുഷ്യല്ല അത്. ഇതുവരെ മിണ്ടാത്ത അമ്മക്കിട്ടുള്ള ഒരു പണിയാണ് ഗൈസ്. പറഞ്ഞോ. ആടെ ക്യാമറയിലേക്ക് നോക്കുക. പറയാം. ചാന്നിട്ട് കട്ട് ചെയ്തിരിക്കണേ. കട്ട് ചെയ്തോളാം. ഇടം വലം നോക്കാതെ ചെയ്യണം. എന്നാ പറയണ്ടേ? പറ. വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോയിൽ എല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോളാം. സമയം പോകുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നുണ്ട്. അതുവരെയും ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും അതെങ്ങനെ അത് ആക്കിയാലോ? അതെങ്ങനെ ഞാൻ പറയട്ടെ, എന്നോട് ആരും പറ. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊരു കാര്യമായിട്ട് പോയാൽ എന്താ സമയം നോക്കരുത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും അപ്പൊ അറിയില്ല. അപ്പൊ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.